നമ്മളെല്ലാവരും ഇന്ന് ദിവസേന മൊബൈലും ലാപ്ടോപ്പും കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്നവരാണ് അല്ലെ. മൊബൈലും ലാപ്ടോപ്പ് കമ്പ്യൂട്ടറിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ സമയം ചെലവഴിക്കുന്നത് ഇന്റർനെറ്റിലാണ്. ഇന്റർനെറ്റിൽ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ പല വെബ്സൈറ്റുകളിലാണ് സമയം സ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ ഗൂഗിളിലാണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും അല്ലാതെയുള്ള ഒരുപാട് വെബ്സൈറ്റ്സിൽ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് ആ വെബ്സൈറ്റ്സുകൾ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നതെന്ന്? നമുക്ക് ഒരു വെബ്സൈറ്റ് ഒരു വീടുമായിട്ട് കമ്പയർ ചെയ്യാം. നമ്മൾ വീട് നിർമ്മിക്കുന്നതിന് മുമ്പ് വീടിന് സ്ട്രോങ് ഫൗണ്ടേഷൻ വേണം അല്ലെ. ആ ഒരു സ്ട്രക്ചറിന്റെ പുറത്തായിരിക്കും വീട് നിർമ്മിക്കുന്നത്. അതുപോലെ ഒരു വെബ്സൈറ്റിനും ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ വേണമെങ്കിൽ സ്ട്രക്ചർ വേണം. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് HTML അല്ലെങ്കിൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. വൺസ് ഒരു വീടിന് സ്ട്രക്ചർ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് അത് ഭംഗി കൂട്ടാനായിട്ട് പെയിന്റ് അടിക്കും, ഇന്റീരിയർ ഡിസൈൻ ചെയ്യും അല്ലെ. അതുപോലെ വെബ്സൈറ്റിന് സ്ട്രക്ചർ ആയി കഴിഞ്ഞാൽ വെബ്സൈറ്റിന്റെ ഭംഗി കൂട്ടാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് CSS ബൂട്ട്സ്ട്രാപ്പ് എന്ന്. അവസാനമായിട്ട് നമ്മൾ വീണ്ടും ഭംഗി കൂട്ടിയിട്ടും കാര്യമില്ല, അതിന് നമ്മുടെ ഫാനും ലൈറ്റും ഫർണിച്ചർ അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ വേണം. ഫാനും ലൈറ്റ് ഒക്കെ വർക്ക് ആവണമെങ്കിൽ ഇലക്ട്രിസിറ്റി വേണം അല്ലേ. അതുപോലെ വെബ്സൈറ്റിന്റെ ഉള്ളിൽ ഫംഗ്ഷനാലിറ്റീസ് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. മെജോറിറ്റി 99% വെബ്സൈറ്റിലും HTML, CSS, ബൂട്ട്സ്ട്രാപ്പ്, ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇതല്ലാതെ നമുക്ക് ഡേറ്റാബേസ് വേണമെന്നുള്ള വെബ്സൈറ്റ്സ് കാണും, ചിലപ്പോൾ ബാക്ക് എൻഡും ഫ്രണ്ട് എൻഡും ഒക്കെ വേണമെന്ന വെബ്സൈറ്റ് ഉണ്ടാവും. അതിനൊക്കെ ഫ്രെയിം വർക്ക്സും ബൈ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും പൊതുവെ ഇത്രയും കാര്യങ്ങളാണ് ഒരു വെബ്സൈറ്റിന് വേണ്ടത്. ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കിയ കാര്യം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു.